മോർണിംഗ് ഗായ്സ്. ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കോയമ്പത്തൂർ കറങ്ങാൻ പോവുകയാണ്. ദിസ് വിൽ ഹാപ്പൻ, ബിവെയർ. നമ്മളിന്ന് കോയമ്പത്തൂരിൻ്റെ എൻ്റെ ഫ്രണ്ട് ഹരിണി ഈ ആഴ്ചത്തോടുകൂടി തന്നെ കമ്പനി റിലീവായി പോവുകയാണ്. അവളുടെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, സോ അവളുടെ കൂടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ആൻഡ് പ്ലസ് ഒരു അതിഥി കൂടെ നമ്മുടെ വീഡിയോയിൽ ഇന്ന് വരും. ഇതുവരെ നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ളൊരു ഞങ്ങളുടെ പ്ലാൻ തുടങ്ങുന്നത് മൂവിയിലാണ്. മൂവി 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഒരു 8:30 ആയപ്പോഴേക്കും PG ഇറങ്ങി. പറഞ്ഞ പോലെ ഞാൻ ഹരിണിക്ക് നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടില്ലല്ലേ. ഹരിണിക്ക് ഇൻട്രൊഡക്ഷൻ തരാനാണെങ്കിൽ കുറേ ഉണ്ട്. ഞാൻ കോളേജിൽ വന്ന കാലം മുതലേ ഹരിണി എൻ്റെ കൂടെയുണ്ട്. ദാറ്റ് മീൻസ് ലൈക്ക് 4 years. ഞാൻ എവിടെ പോയാലും ഏത് സെമിനാറിന് പോയാലും ഇന്റേൺഷിപ്പിന് പോയാലും എല്ലാം അവൾ എൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും കൂടെ ഉണ്ടായത് ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇല്ലാത്തൊരവസ്ഥയിൽ എന്താവും എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പാട്ടും പാടി നടന്നൊക്കെ ചെന്നപ്പോൾ ഓൾറെഡി ശ്രീകുട്ടൻ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. കൂട്ടത്തിൽ ഇവനായിരുന്നു ഈ പോകാനുള്ള ഉഷാറെല്ലാം ഉണ്ടായിരുന്നത്. ഹരിണി പോയാലും കമ്പനിയിൽ പിടിച്ചു നിൽക്കണമെന്ന് തോന്നുന്ന ഒരേ ഒരു ആശ്രയം ഇവനാണ് എൻ്റെ. ട്രൂത്ത്ഫുള്ളി ഈ വീഡിയോ പണ്ടങ്ങാണ്ട് കൊടുത്തതാണ്. ഇപ്പോഴാണ് എനിക്കൊന്നത് പോസ്റ്റ് ആക്കാൻ ടൈം കിട്ടിയത്. ഞങ്ങളുടെ സിനിമ ഞങ്ങൾ കാണാൻ പോകുന്നത് ആലപ്പുഴ ജിംഖാനയാണ്. ഞാനും ശ്രീയും ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആളും ഹരിണിയും ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ അവിടെ വരുന്നതെന്ന്. മാളിലെത്തിയപ്പോഴാണെങ്കിൽ ഒരു കട പോലും തുറന്നിട്ടില്ല, എല്ലാം അടച്ചിട്ടേക്കാണ്. കാരണം രാവിലെ 9 മണിയല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങളവിടെ എത്തിയതാണെങ്കിൽ കറക്റ്റ് ടൈമാണ്. കറക്റ്റായിട്ട് സിനിമക്ക് കയറി മൂവി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ 4ാമത്തെ ആൾ ഇതുവരെ വന്നിട്ടില്ല. മൂവിക്ക് കയറി മൂവി നല്ല ഹരത്തിലങ്ങ് കണ്ട് സെറ്റായപ്പോഴേക്കും അവൻ എന്നെ വിളിക്കാൻ തുടങ്ങി. പിന്നെ അവനെ പോയി പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വന്നു തിയേറ്ററിൻ്റെ. കണ്ടപ്പോൾ മുതൽ നാണം. ഇതാണ് എൻ്റെ ജൂനിയർ ഉജ്ജൽ. ഇവനെ ക്യാമറയുടെ മുന്നിൽ കിട്ടാൻ ഞാൻ പെട്ട പാട്. അവനും കൂടി എത്തി. പിന്നെ നമ്മളെല്ലാവരും മൂവി കണ്ട് ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കാശിട്ട് ഇല്ലാത്ത കാശിന് പോപ്കോൺ മേടിച്ചു. മൂവി എന്തായാലും സൂപ്പറായിരുന്നു. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയ പാടെ എനിക്കൊരു പ്രത്യേക ആഗ്രഹം, എനിക്കും ബോക്സിങ് പഠിക്കണമെന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞ വിട്ടേക്ക്. അതെല്ലാം കണ്ടു ഞങ്ങൾ വിചാരിച്ചു ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് എനർജിറ്റൈസ്ഡ് ആയിട്ട് നമുക്ക് ഇനി തെണ്ടാൻ ഇറങ്ങാം. ഈ തമിഴ്നാട്ടിലെ ജ്യൂസുകളുടെ കുറച്ച് വേടാണ്. അവിടെ 500 ml 700 ml ജ്യൂസ് എല്ലാം നല്ല കുറഞ്ഞ റേറ്റിൽ കിട്ടും. വെറും 50-60 രൂപ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഇവിടെ എന്ത് പ്ലാൻ ഇട്ടാലും അത് ആദ്യം മുടക്കുന്നത് ഞാനാണ്. ദാറ്റ് മീൻസ് ഐ എം എ പ്ലാൻ മുടക്കി. അത് കുറച്ചൊക്കെ ശരിയാണ്. എന്നാലും ഐ ഹാവ് മൈ ഓൺ റീസൺസ് ടു മുടക്കൽ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇനി പോകേണ്ട സ്ഥലത്തേക്ക് കുറേ നേരം വായും പൊളിച്ച് ബസ്സും കാത്തു വന്നു. പക്ഷെ എന്ത് ചെയ്താൽ ബസ് വരുന്നില്ല. അവസാനം ഞങ്ങൾ സൈ കെട്ട് ഊബർ ബുക്ക് ചെയ്തു. ദ ടിപ്പിക്കൽ കോയമ്പത്തൂർ കാഴ്ച, വളരെ പൊല്യൂഷൻ, ഭയങ്കര ഹെവി ട്രാഫിക്, ഇങ്ങനെ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് ഞങ്ങൾ പോയ സ്ഥലമാണ് ഓക്സിസോൺ. അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ള പ്ലേ ഏരിയയാണ് കോയമ്പത്തൂർ. നമ്മുടെ നാട്ടിൽ ലുമാളിലൊക്കെ ഉള്ള പോലെ റീബോണ്ടൊക്കെ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇത്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ അത്ര വരില്ല. ബട്ട് ഐ എൻജോയ്ഡ് ഇറ്റ്. പക്ഷെ എപ്പോഴും എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള എൻ്റെ ഇന്നർ ചൈൽഡ് ഇങ്ങനെ സ്ക്രീൻ ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഇവിടെ വന്നതിനപ്പോൾ ഞാനൊരു മുഴുപ്രാന്തിയായിട്ട്, പിന്നെ എനിക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും കൂടി ഇളകിയോണ്ട് വലിയ പ്രശ്നം ഉണ്ടായി. അവിടെ ചെന്നതിനപ്പോൾ ഞാനൊരു നഗ്ന സത്യം മനസ്സിലാക്കി. ആക്ച്വലി ഇങ്ങനത്തെ പ്ലേ ഏരിയാസ് ഈസ് നോട്ട് റിയലി യൂസ്ഫുൾ ഫോർ കിഡ്സ്. ആക്ച്വലി ഇത് ഭയങ്കര യൂസ്ഫുൾ അഡൾട്ട്സിനാണ്. നോക്കൂ, ഇത്തരത്തിലുള്ള ഭ്രാന്തുകൾ കുട്ടികൾ കാണിക്കുന്ന നിങ്ങൾ കാണാറുണ്ടോ? ഇത് മൂത്ത് നരച്ച് 10, 20, 25 വയസ്സായ പിള്ളേരാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ഇതൊന്നുമല്ല. ഇവിടെ ഫസ്റ്റ് കയറി വന്നപ്പോൾ എൻ്റെ കണ്ണ് പോയത് വേറൊരു സാധനത്തിലാണ്. അത് ട്രൈ ചെയ്യണം എന്ന് ഞാൻ കുറേ നാളായിട്ട്, ഞാൻ കുഞ്ഞിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനിത് ആക്ച്വലി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്നാലും ഏറ്റവും മുകളിൽ വരെ എത്താൻ പറ്റിയില്ല. താഴോട്ട് നോക്കിയപാടെ ഞാൻ ടെൻഷൻ അടിച്ച് കൈവിട്ടു. അപ്പം മുതലുള്ള എൻ്റെ ആഗ്രഹമാണ് എപ്പോഴെങ്കിലും ഇതിൻ്റെ അകത്ത് ഞാൻ ബെല്ലടിച്ചിരിക്കും എന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് പറ്റിയില്ല ഗൈസ്. മേ ബി കുറച്ച് ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോൾ എനിക്ക് മസിലെല്ലാം വരുമായിരിക്കും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ ഓക്സിജൻ തന്നെ ചെറിയൊരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. അവിടെ കയറി കുറച്ച് വെള്ളം കുടിച്ച് ശ്വാസം വിടാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ശ്വാസം വിട്ട് നേരെ ഞങ്ങൾ ഇറങ്ങിയത് GD മ്യൂസിയത്തിലേക്കാണ്. അതും കോയമ്പത്തൂരിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇനി അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് പാർട്ട് 2 കാണാം. ബൈ.